ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ സിമ്പിളും നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു തോരൻ്റെ റെസിപ്പിയാണ്. ചെറുപയറും ചീരയും വെച്ചിട്ടാണ് ഈ തോരൻ ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തോരൻ ഉണ്ടാക്കാൻ ആദ്യം ചെറുപയർ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/3 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ചെറുപയർ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. ഇത് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ മൂടി 3-4 വിസിൽ വരുന്നതുവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ചെറുപയർ കുക്ക് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ വെന്തുടഞ്ഞു പോകരുത്. നമ്മൾ സാധാരണ തോരനൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നത് പോലെ കുക്ക് ചെയ്തെടുക്കണം. തോരന് ആവശ്യമുള്ള ചീര നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ടെറസ് ഗാർഡനിലുണ്ടായ ചീരയാണ്. ഇതുപോലെ നല്ല ഫ്രഷ് ചീര വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. പാൻ ചൂടാകുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോഴേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് മൂത്തൊരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 ഉണക്കമുളക് 2ആയിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 5 വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് 2 മിനിറ്റ് ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും 1/2 കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് നമുക്ക് സവാള വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ്. ഇവ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലപോലെ വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് പൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഉള്ളി ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളറെല്ലാം മാറി വരുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഉള്ളി മൂത്ത് ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് 2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. ചീര ചേർത്ത് കഴിഞ്ഞ് സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ചീര ചേർത്ത് കുറച്ച് സമയം വഴറ്റി വരുമ്പോൾ ചീരയെല്ലാം ഒന്ന് സോഫ്റ്റായി ചീരയുടെ ക്വാണ്ടിറ്റി ഒക്കെ കുറഞ്ഞു വരും. ഈ സമയത്ത് പാൻ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. പാൻ മൂടി വെച്ച് 2-3 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യണം. 3 മിനിറ്റിന് ശേഷം പാൻ്റെ മൂടി മാറ്റി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചീര കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ആ മൂടിയിൽ നിന്നുള്ള ഈർപ്പം കൊണ്ട് തന്നെ ചീര നല്ല പാകത്തിന് കുക്കായിട്ട് കിട്ടും. മൂടി മാറ്റിയതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചീര പാൻ്റെ 4 സൈഡിലേക്ക് ഇതുപോലെ മാറ്റി ചീരയുടെ നടുവിൽ ഇതുപോലെ ഒരു കുഴി ഉണ്ടാക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം. ചെറുപയർ ഒട്ടും വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല. ഈ പാത്രം വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ചെറുപയറിൽ ഒട്ടും വെള്ളമില്ലാതെ ആണ് ഞാൻ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ വെള്ളം ഊറ്റി മാറ്റിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചെറുവീതം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചീര ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് പൊത്തി വെച്ച് കൊടുക്കാം. ഇനി പാൻ മൂടി വെച്ചിട്ട് 3-4 മിനിറ്റും കൂടെ കുക്ക് ചെയ്യാം. 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പാൻ്റെ മൂടി മാറ്റി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ഓവറായിട്ട് കുക്കായി പോകരുത്. ഇനി നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി തുറന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 മിനിറ്റും കൂടെ കുക്ക് ചെയ്ത് തോരന് ഡ്രൈ ആക്കി എടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. തോരൻ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഇങ്ങനെ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴത്തേക്കും തോരൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ ചേർത്തൊന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തിയുമായി നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.